28-ാം തീയതി ഞങ്ങൾ കൊച്ചിനെ കൊണ്ട് ഒരു ചെറിയ കളർ വ്യത്യാസം വന്നു വെക്ക്. അപ്പം 28-ാം തീയതി ആശുപത്രിയിൽ കാണിക്കാൻ വന്നപ്പോൾ അവർ പറഞ്ഞ് ലേബർ റൂമിലോട്ട് കയറിക്കോളാൻ പറഞ്ഞു. ലേബർ റൂമിൽ കയറിയപ്പോൾ ഇവർ പറഞ്ഞ് ആദ്യം നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്താണെന്ന് എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കണ്ടിട്ട് ഇവർ പറഞ്ഞ് മൂത്രത്തിൽ പഴുപ്പിൻ്റെയാണ്, നിങ്ങളെ വാർഡിലോട്ട് മാറ്റുവാണ്. 17-ാം തീയതിയാണ് ഡേറ്റ്. 17-ാം തീയതി കഴിഞ്ഞിട്ടേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അമ്മ വാർഡിലോട്ട് കിടക്കാനായിട്ട് പൊക്കോ എന്ന് പറഞ്ഞ്. ഞങ്ങൾ പറഞ്ഞെങ്കിൽ ആന്ന് പറഞ്ഞു. പറഞ്ഞ ഡോക്ടർ പോവുകയും ചെയ്തു. അതിനകത്ത് കിടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞെങ്കിൽ ഇപ്പം പോകണ്ട, എന്നാലും ഇച്ചിരി നേരം സൗമ്യം ലേബർ റൂമിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം കൊച്ചിന് ചെറിയ ഇങ്ങനെ കുറച്ചും കൂടെ ഇങ്ങനെ കളർ വ്യത്യാസത്തിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഡോക്ടറോട് പറഞ്ഞു. പിന്നെ ചെന്ന് പറഞ്ഞപ്പോൾ അവൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, ഞാൻ മുറ്റത്തിരിക്കുക. ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് അത് മൂത്രത്തിൽ പഴുപ്പിൻ്റെ തന്നെയാണ് സൗമ്യ, അതിൻ്റെ അകത്ത് റിസൾട്ട് കണ്ടതല്ലേ ഞങ്ങൾ സ്കാൻ ചെയ്തത്, അത് കാരണം വേറൊന്നുമല്ല, നീ എന്തുവാ കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഇവള് പിറ്റേന്ന് ഈ ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ടത് കാരണം ഇവള് പൊറോട്ടയായിരുന്നു വാങ്ങിച്ചു കഴിച്ചത്. അപ്പോൾ പറഞ്ഞു നീ പൊറോട്ട തിന്നേണ്ടിയാണ് നിനക്ക് ഗ്യാസ് കയറിയ വയറുവേദന, അല്ലാതെ മറ്റുള്ള ഒന്നുമല്ല എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം ഇവർ പി വി ചെയ്തിട്ട് ഇവർക്ക് മനസ്സിലായില്ല പ്രസവത്തിന്റെ ആണെന്നുള്ളത്. കുറെ കഴിഞ്ഞ് ഒരു 1 മണി തൊട്ട് ഇവർക്ക് വയറുവേദന തുടങ്ങി. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എന്നോട് പറഞ്ഞ ആള് വന്നിട്ടുണ്ട്, സൗമ്യ വിളിക്കുന്ന അകത്തോട്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് ഭയങ്കര വേദനയെന്ന് പറഞ്ഞു. ഞാൻ പറയാം ഡോക്ടറോട് ഒന്നും കൂടെ ഞാൻ പറയാം, അമ്മയ്ക്കും ഇങ്ങനെ വയറുവേദന വന്നിട്ടുണ്ട്, ഗ്യാസിന്റെ തന്നെ ആയിരിക്കും, അവരങ്ങനല്ലേ പറഞ്ഞു. അപ്പൊ ഈ ബ്ലഡ് മൊത്തം ഇങ്ങനെ മുങ്ങി വെള്ളമുണ്ട്. ഞാൻ പറഞ്ഞു ഡോക്ടർ ഇത് കണ്ട ഇതെന്താണെന്ന് അറിയത്തില്ലല്ലോ. അങ്കി ഒരു പണി അമ്മ പുറത്തോട്ട് വന്നു, ഞങ്ങൾ നോക്കട്ടെന്ന് പറഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞ് പ്രസവത്തിന്റെ സമയം ആയിക്കഴിഞ്ഞ് ഞാൻ 5:15 അകത്ത് കയറ്റി. ഞാൻ കയറിയിട്ട് പുറത്തിറങ്ങി ഒരു തുള്ളി കഴിഞ്ഞപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ ലാബിലോട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് കുഞ്ഞിന്റെയാണ് ബ്ലഡ് എന്ന്. ഞാൻ പറഞ്ഞു സൗമ്യ പ്രസവിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും കണ്ടിട്ട് വന്നെയാണല്ലോ എന്ന് പറഞ്ഞ് അവള് പ്രസവിച്ചെന്ന് പറഞ്ഞു. ഈ ബ്ലഡ് ഇത്രയും അഴുക്ക് മൊത്തം എന്റെ കുഞ്ഞിനും വയറ്റി കിടന്ന് കുടിച്ച്. ഇവർ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്ത് പോലും ഇല്ലായിരുന്നു. ഇതെല്ലാം 28-ാം തീയതി രാവിലെ 11 മണി മുതൽ 29-ാം തീയതി വെളുപ്പിനെയാണ് കുഞ്ഞ് മരിക്കുന്നത്. ഈ കുഞ്ഞിന് സംഭവിക്കുന്ന കാര്യങ്ങൾ ഈ പ്രസവിച്ചു കഴിഞ്ഞിട്ടും ഇത് ഞങ്ങൾക്ക് കാണിക്കുന്നില്ല. ഈ 8 ദിവസമായിട്ട് ഈ കുഞ്ഞ് ഈ റൂമിനകത്ത് കിടക്കുന്നത് ഞങ്ങളെ ഗ്ലാസ്സിൽ കൊണ്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതുവരേക്കും ഞങ്ങളെ കുഞ്ഞിന് തള്ളയും കുഞ്ഞുമായിട്ടുള്ള ഒരു ബന്ധം പോലും ഇന്നും ആ 8 ദിവസം കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല. മുലപ്പാല് കൊടുക്കാനായിട്ട് അവർ പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല, ഇൻഫെക്ഷനാണ് എന്ന് പറഞ്ഞു. കുഞ്ഞിന് ബ്ലഡ് മൊത്തം കോട്ടായി പോയി, ഇൻഫെക്ഷൻ ആയിപ്പോയി. ബ്ലഡ് മൊത്തം കുടിച്ച് വയറ്റി കിടന്ന് ഇൻഫെക്ഷൻ ആയിപ്പോയി. തലച്ചോറിനെയും കിഡ്നിയും കരളിനെയും ഒക്കെ ബാധിച്ച്. കുഞ്ഞിനത് തിരിച്ചു കിട്ടത്തില്ലമ്മേ. പിന്നെ ഞങ്ങൾ ചെയ്യാവുന്ന പരമാവധി ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. മിനിറ്റിന് അവര് ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കുഞ്ഞിനെ. ഇവര് പറയുന്നതേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. നഴ്സറിയുടെ വാതിക്കെ തന്നെ ഞങ്ങൾ എപ്പോഴും ഉണ്ട്. പിന്നെ ഇവര് പറയുന്ന 3 ദിവസത്തിന് മുമ്പ് പറയുന്നത് അത് കുഞ്ഞിന് മൂത്രം പോകുന്നില്ല, ഡയാലിസിസ് ചെയ്യണം, നിങ്ങളൊരു പണി പൈസ എപ്പോഴും അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം. തിരുവനന്തപുരത്തേ ഉള്ളൂ കുഞ്ഞിന്റെ, ഇത് കോട്ടയത്ത് അങ്ങനൊന്നും ഇല്ല. 5 മണിക്കൂറത്തെ കൊണ്ടുപോകല് റിസ്ക് ആണ്. മൂക്കി വായി ട്യൂബ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഓക്സിജനും കൊടുത്തോണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞെങ്കിൽ മനു പറഞ്ഞെങ്കിൽ പൈസ ഞങ്ങൾ എവിടെയെങ്കിലും റെഡിയാക്കാം, കൊച്ചിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇവര് വിളിപ്പിച്ചിട്ട് പറയുന്നു കുഞ്ഞിനെ കൊണ്ടുപോകണ്ട, ഞങ്ങൾ കുറച്ച് ഡോക്ടർമാരടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർമാർ വരുമെന്ന്. കുറെ കഴിഞ്ഞപ്പോൾ കുറെ ഡോക്ടർമാർ വന്ന് ഡയാലിസിസ് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു. വയറ്റിൽ കിടന്ന് കുഞ്ഞ് അഴുക്കും ബ്ലഡ് കുടിച്ച് നടക്കാത്തതുകൊണ്ട് അവര് നോക്കില്ല. ലേബർ റൂമിലുള്ളൊരു നമ്മൾ വാർഡിലാണെ പറയാം, നമ്മൾ വാർഡിലാണ്, നമ്മുടെ കുഴപ്പം കൊണ്ടാണ് കൊണ്ടുപോയത്. ഇത് കൊണ്ടുവന്നപ്പോ തന്നെ വാർഡിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞെങ്കിൽ ഇവര് മാറ്റിയില്ല. ഈ ലേബർ റൂമിൽ തന്നെയായിരുന്നു അവര് PV ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ സൗമ്യ അവിടെ പോയി കിടന്നോ, സെക്കൻഡ് സ്റ്റേജിൽ കിടന്നോ, കുഴപ്പമൊന്നുമില്ല. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഇവള് പിന്നെയും വയറുവേദന, പിന്നെയും PV ചെയ്യുന്ന ഡോക്ടർമാർക്ക് അറിയത്തില്ലേ പ്രസവ സമയമായെന്ന്. മുഴുവനും ബ്ലഡ് മൊത്തം ആയി കഴിഞ്ഞപ്പോഴാണ് ഇവര് പറയുന്നത്, വയറുവേദനയും കൂടിയപ്പോ പറയുന്നത് അയ്യോ ഇത് കൺട്രാക്ഷനാ അങ്ങാണ്ട് വന്നു, വേഗം ഷിഫ്റ്റ് ചെയ്തോന്നും പറഞ്ഞ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, കുഞ്ഞ് പ്രസവിക്കുകയും കൂടിയായിരുന്നു. നമ്മള് ഇന്നലെ രാത്രി തന്നെ ഹോസ്പിറ്റലിലെ അധികാരികളെയൊക്കെ വിളിച്ചു വരുത്തി അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞ് ഇന്ന് ഒരു പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സൂപ്രണ്ട്. പിന്നെ അമ്പലപ്പുഴ സ്റ്റേഷനിൽ വന്ന് നമ്മൾ അവിടെയും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെതിരെയുള്ള നടപടി എടുക്കാന്ന് പറഞ്ഞ് ഇനി എങ്ങനെയാവുമെന്ന്, ഇനി വേറെ ആർക്കും വരാതിരിക്കാം. നമ്മുടെ പക്ഷെ എന്തായാലും മരിച്ചു. റേച്ചൽ മാഡം ആണ്, റേച്ചൽ ഡോക്ടറാണ്. ഇത് വേറെ കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൂടെ കേട്ടിട്ട്. സൗമ്യയുടെ ആരോഗ്യസ്ഥിതി കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവരവിടെ വെച്ച് പറയുന്നുണ്ടായിരുന്നു ഈ ഇൻഫെക്ഷൻ ആയ സ്ഥിതിക്ക് സൗമ്യക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയെന്ന്
ഇനി ഒരു ചെക്കപ്പ് നടത്തിയിട്ടില്ല ഇപ്പൊ ഇത്ര ഇതായിട്ട് ഇനി നോക്കണം അവളെ നല്ലൊരു കാര്യത്തിന് എങ്ങനാന്നുള്ളത്. ഇപ്പൊ ഇങ്ങനെ കിടുകിടാന്നൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. അപ്പൊ അതേ കുറിച്ച് അതിപ്പോ ഇന്നലെ ഉണ്ടായിരുന്നു. അതിനി എന്താന്ന് അറിയത്തില്ല. അത് ഇപ്പൊ അമ്പലപ്പുഴയിലെ സാറുമാരും പറഞ്ഞു എത്രയും പെട്ടെന്ന് കൊണ്ട് അത് ബോഡിയൊന്ന് മറവ് ചെയ്തിട്ട് കൊണ്ടുവന്ന് സൗമ്യനെ കാണിക്കാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ. കാര്യം വിറയ്ക്കുന്നിങ്ങനെ ഇടയ്ക്ക്.